ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ ഒരു തസ്തികയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഒരു സിവിൽ മേഖലയിൽ ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. പൊതുമേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ സിവിൽ മേഖലയിൽ നിന്ന് നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഇതുവരെ നടന്നിട്ടുള്ള ഒരു തസ്തിക കൂടിയാണ് ഈ ഒരു AE സിവിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ അറിയാമല്ലോ, PWDയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. ഇനിയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 3/9/2025 അടുത്ത മാസം 3-ാം തീയതി വരെയാണ്. ആരെങ്കിലും ഇപ്പോൾ തന്നെ അറിയാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നമ്മൾ ഓസ് യൂഷ്വൽ PSC ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് നാളായിട്ടുള്ള PSCയുടെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക്, കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലേക്കൊക്കെ ഇപ്പോൾ ഓൾറെഡി ഒരു എക്സാമിനേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹൗസിംഗ് ബോർഡിലേക്ക് സിവിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അതിന് ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്തൊരു എക്സാമിനേഷൻ വന്നിരിക്കുന്നത് PWDയിലേക്ക്. ഇനിയും ഇതിനെ തുടർന്ന് തന്നെ ഈ ഒരു എക്സാമിനേഷൻ ഒപ്പം തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി സിവിൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിൽ നിന്ന് തന്നെ വരാനുണ്ട്, PSCയിൽ തന്നെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാം ഉൾപ്പെടെ വരുന്ന ഓരോ എക്സാമുകളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം നിങ്ങൾ ഇത് റൈറ്റ് ടൈമായിട്ട് എടുത്ത് തന്നെ നിങ്ങളുടെ പഠനം തുടങ്ങേണ്ടതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഞാൻ തരാം. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 180/2025 നിങ്ങൾക്ക് BTech ഡിഗ്രിക്ക് മുകളിലോട്ട് ഏത് യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അതായത് ഒരു ഡിഗ്രി ഹോൾഡർക്ക്, ഒരു ഗ്രാജുവേറ്റ്, ഒരു അല്ലെങ്കിൽ ഒരു BTech ബിരുദധാരിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല തസ്തിക തന്നെയാണ്. ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങളുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ ക്രാക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം എന്നൊക്കെ ഉള്ളത് ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും ഉള്ളൊരു മനസ്സിലെ സംശയമാണ്. അതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം നൽകുന്നതിന് വേണ്ടി ഏണസ് അക്കാഡമി ഒരു AE സിവിൽ PWD എന്ന് പറയുന്ന ആ ഒരു എക്സാമിനേഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായിട്ട് ഒരു സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 4-ാം തീയതിയാണ് നമ്മളിത് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു വെബിനാറിൽ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്റെ പഠനത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സംശയങ്ങളും മാറ്റി മുമ്പോട്ട് പഠിച്ചു പോകാവുന്നതാണ്. പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എങ്ങനെ പഠിക്കണം, നിങ്ങളുടെ സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, എത്ര സമയം കൊണ്ട് സിലബസ് എങ്ങനെയൊക്കെ പഠിച്ചു തീർക്കണം, അതിൽ തന്നെ സിലബസിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് എവിടേക്കാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്, ടൈം മാനേജ്മെന്റ് എങ്ങനെ വേണം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്. നിങ്ങളെല്ലാവരും BTechന് പഠിച്ചു വന്നവരായിരിക്കും. അപ്പോൾ നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് ഒരിക്കലും നിങ്ങൾ സെമസ്റ്ററിൽ പഠിച്ച പോലെ അല്ല പഠിക്കേണ്ടത്, മറിച്ച് ഒരു മത്സര പരീക്ഷയുടെ ഒരു എൻവയോൺമെന്റിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. മാത്രമല്ല, നിങ്ങൾ BTechന്റെ ഒരു പഠന രീതി മാറിയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ പാറ്റേണിലേക്ക് നിങ്ങൾ മാറുകയാണ്. അതിനുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് നമുക്ക് ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് തരാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ സംശയങ്ങളും നേരിട്ട് നമ്മുടെ സാറിനോട് ചോദിക്കാനും അദ്ദേഹം വഴി നിങ്ങളുടെ സംശയം ദൂരീകരിക്കാനും പറ്റും എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായ ഒരു സമയ മാനേജ്മെന്റോടുകൂടി അല്ലെങ്കിൽ കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റോടുകൂടി നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷനെ അനായാസം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരുന്ന 4-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് നടക്കുന്ന ഈ വെബിനാറിൽ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. പങ്കെടുത്താൽ മാത്രം പോരാ, അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ചോദിച്ച് കൃത്യമായ ഒരു ട്രാക്ക് ഉണ്ടാക്കി നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാം. ഏത് എക്സാമിനേഷനും അനായാസം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട്. അതിൽ ജസ്റ്റ് കയറി നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പഠനം റൈറ്റ് ടൈമിൽ തുടങ്ങുക എന്നുള്ളതാണ്. അതിന് AE സിവിൽ PWDയുടെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സുകൾ ഓൺലൈൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. കൃത്യമായിട്ടൊരു ദിശാബോധത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സിലബസിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ ടൈം മാനേജ്മെന്റിൽ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റി വേണ്ടി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന് ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി കഴിയും. മാത്രവുമല്ല, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഫാക്കൽറ്റിയോട് ചോദിക്കാനും പറ്റും. അങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഈ കോഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം തുടങ്ങുക. അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് PWD എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കരിയർ ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചൊരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.